നായ്ക്കള് കേറുമ്പോഴാണ് ഇല്ലേ മൊത്തം ഇതാവുക. വത്സരത്തി കാണാല്ല പറഞ്ഞ വത്സരത്തി നിക്കണത്. വത്സരത്തി ഇങ്ങോട്ടൊന്ന് തിരിയൊന്നും നിങ്ങളെ കാണല്ല, ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരും. ഞാൻ കുടിച്ചിട്ടില്ല. വീഡിയോയില് കാണുന്നുണ്ട് വരണ്ട. അത് നന്നായില്ലേ ഒന്ന് ആലോചിക്കുമ്പോ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്തുള്ളത്. ഇന്നലെ രാധേട്ടിണ്ട് പറയുന്നു വീഡിയോയിലിട്ട് എല്ലാരും കാണട്ടേന്ന്. നമ്മുടെ വെടി ചീത്ത ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞല്ലേ നമ്മുടെ ഇവിടുത്തെ. എന്തായാലും ഇപ്രാവശ്യം ചെയ്യില്ല, അല്ലെങ്കിൽ വിറക് ഗ്യാസ് കിട്ടാനില്ല. അത് നന്നായില്ലേ? കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഇക്കൊല്ലം കാണാൻ പറയുമ്പോ പ്രിയ ഒന്ന് ആലോചിച്ചൊക്കെ. അവിടെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ പണിയതേ കണ്ട. ഉണ്ടച്ചെമ്പരത്തി ഉണ്ടല്ലേ, ഉണ്ടച്ചെമ്പരത്തി നമ്മുടെ ഇവിടെ കണ്ടോ? പപ്പൂന് വേണം. അയ്യോ എൻ്റെ കുട്ടിക്ക് ചിക്കാൻ പറ്റുന്നില്ലേ? എൻ്റെ കുട്ടി ചിക്കാൻ പറ്റുന്നില്ലേ? ഓ അവന് ചെമ്പരത്തിയല്ല വേണ്ട, അവന് ഇന്നെ വേണ്ട. നോക്ക് ഒന്ന് പൊയ്ക്ക. അവൻ്റെ അവിടെ എന്ത് കിട്ടിയാലും അവൻ എടുത്തിങ്ങനെ എറിയൂട്ടോ. അതാണ്. അപ്പം നമ്മളൊന്ന് കൂട്ടാൻ വെക്കാൻ വന്നിട്ടില്ല. വരൂ തുടങ്ങുക. പുട്ട് രാവിലെ നമുക്ക് പുട്ടായിരുന്നു കേട്ടോ. പുട്ടും ചിക്കൻ കറിയും പുട്ടുമായിരുന്നേ. അപ്പം ഇനി നമ്മൾ എന്താ വെള്ളപ്പയർ, ഞാൻ വെള്ളപ്പയറൊന്ന് വറുത്തിട്ടാട്ടോ കറി വെക്കുക. അപ്പയ്ക്കും ഞാൻ വരുന്ന സമയമായപ്പോഴേക്കും സുകന്യല്ലേ വെള്ളപ്പയർ അടുപ്പത്ത് വെക്കാനുള്ള കാര്യങ്ങൾ നോക്കി. എന്താട്ടാ വീട്ടിക്ക് പോവാന്നോ? ഇപ്പൊ പോണ്ട, എവിടേക്കാ പോണ്ട, ഈ വെയിലത്ത് പോണ്ട. തേങ്ങ ഒന്ന് പുതിയ വീടിൻ്റെ ഇതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, പൊളിച്ചു വെച്ചത്. നമ്മൾ വെള്ളപ്പയറും ഉരുളക്കിഴങ്ങും പാടെ ഒരു മസാലക്കറി വെക്കണ പോലെ വെക്കാ. ആ മിച്ചർ കഴിയണവരെ പപ്പൂരില്ലേ ഇട്ടിങ്ങനെ കൊടുക്കും. ചായക്ക് പിന്നെ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ അമ്മ വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ ചിപ്സ് വത്തല് ഒക്കെ. വത്തല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1/2 കിലോൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് നോക്കി നോക്ക്. കിച്ചുവിൻ്റെ പണി. മറ്റേത് വാവടെ പണി. അതിന് പണി തന്നും കൊണ്ടേ ഇരിക്കുകയാണല്ലോ. പണി ഒരുങ്ങേയില്ല. എന്താ ചോദിച്ചൊക്കെ എല്ലാവരും പറയും 2-3 പെണ്ണുങ്ങളുള്ള വീടല്ലേന്ന്. കുട്ടികൾ അതിനനുസരിച്ച് പണി ഉണ്ടാക്കും. ആ ചുമരൊന്ന് കഴുകണം വിചാരിച്ചാട്ടോ. അപ്പം അതൊരു വെള്ള തുണിയും കൊണ്ട് വേണം പുതിയ വീടിൻ്റെ ചുമര് കഴുകാൻ. ഇവരില്ലേ തലകീഴാക്കി വെക്കും വീട്. നമ്മളെ എത്ര ചീത്ത അറിയും. എനിക്ക് ചീത്ത അറിയുന്നു. ഞാൻ ചീത്ത പറയുമ്പോൾ കരഞ്ഞ് എനിക്ക് ഇടങ്ങാറാ. ഞങ്ങളില്ലേ ഇപ്പല്ലേ ഓരോടത്തേക്ക് പോവുകയാണല്ലോ. ഞങ്ങൾ ഓരോടത്തേക്ക് പോവല്ലേ സൂന്യെ? ഇയ്യ് വരണ്ട. എന്താ സൂന്യ ബെഡ്ഷീറ്റ് തലേ കെട്ടിയിരുന്നു? എന്താണ്? മാങ്ങ ജ്യൂസോ? പറ്റില്ല. പറ്റില്ല. സൂന്യ ഉപ്പിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. തിന്നാൻ പാടില്ല അങ്ങനെ. എപ്പോഴും ഈ മാങ്ങ ജ്യൂസ് കുടിക്കാൻ പാടില്ല. ഈ മാങ്ങ കിട്ടിയപ്പോൾ പോലില്ലേ 5 കിലോ പഞ്ചസാര കഴിഞ്ഞു. ഒരാളോട് പറയാൻ പറ്റുമോ അത്? ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെ ശരിയാവും? വെറുതെ പറയട്ടോ. 2 ദിവസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ. ഞാൻ വെറുതെ കുട്ടികളോട് ഇങ്ങനെ ഇതാക്കിയിട്ട് പറയും. അപ്പം നമ്മളിന്നില്ലേ വെള്ളപ്പയറും ഉരുളക്കിഴങ്ങും. വെള്ളപ്പയറൊന്ന് വറക്കേണ്ടതാണേ, വറുത്തില്ല കേട്ടോ. അപ്പോഴേക്കും അവളത് എടുത്തിട്ടു. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റില്ല. അതാ ഒരു മുറി തേങ്ങ. അച്ചു, നിങ്ങളുടെ റൂമത്തെ തുണികൾ മടക്കിയിട്ട് അലമാരയിൽ വെച്ചിട്ടില്ലല്ലോ തമ്പുരാട്ടികളെ. ഇതാട്ടോ വെള്ളപ്പയർ. അതേപോലെ തന്നെ
ഉരുളക്കിഴങ്ങ് കുക്കറിലും കൂടി 2 വിസിലടുപ്പിക്കട്ടെ. മഞ്ഞപ്പൊടി. എടി പെണ്ണേ, പുതിയ വീട്ടിലെ ഷെൽഫിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വാ. ആ കബോർഡിനുള്ള തുണി കിച്ചൻ്റെ ഇടയിലുണ്ടായി. തുണി അവിടെ ഇല്ലാട്ടോ. എന്താ അവിലൊക്കെ വെച്ചിട്ടില്ലേ, അവില് വെച്ചതിന്റെ അവിടെ. അവളിനി പോയിട്ട് അവിടെ തന്നെ ഷെൽഫിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളല്ലേ, അടുക്കളയുടെ ഉള്ളില് കബോർഡില്ലേ, എടുത്തോ. അത് വെറുതെ പച്ചത്തേങ്ങയാണ്. നല്ല എന്തിന് എന്തിന് അടിപൊളി. കിച്ചുവിന്റെ അടുത്ത് ഒരു കഷ്ണം കൊടുക്കാൻ പറ. അതിവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്ത് സാധനം കഴിയണോ ആ സാധനം എല്ലാവർക്കും വേണ്ടി വരും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സാധനം വേണ്ടിയില്ല. അതെന്താണെന്നറിയില്ല. അത് ഏത് വീട്ടിലും അങ്ങനെ തന്നെ ഇരിക്കും. തേങ്ങ ചെലവ് പെണ്ണേ. ഇതാണോ തേങ്ങ? പൊളിച്ചു വെച്ചു പറഞ്ഞു. മത്തല് സുഗനിക്ക് മത്തൽ ഇഷ്ടം അല്ലേ? എനിക്ക് മത്തൽ ഇഷ്ടം. ഈ തലയത്തെ കെട്ടെന്ന് വെച്ചിട്ടാ ഏലക്ക് വേഷം കെട്ടിയമാരി ഉണ്ട് സുഗന്യ. അങ്ങോട്ടോ തലയിൽ കെട്ട്. ഓ എന്നിട്ട് പിന്നെ പാട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇപ്പൊ കുളിച്ചേള്ളൂ കേട്ടോ. പിന്നെ കുളിച്ചിട്ടേ ചോറിലോ കൂട്ടാനിലോ മുടിയായ നിങ്ങൾ എന്താ പറയാ, അതങ്ങോട്ട് പരത്തിയിട്ടിട്ട് കണ്ടില്ലേ, ചോറും കൂട്ടാനും തിന്നാൻ പറ്റില്ല പറയും. കെട്ടിയിട്ട് വെക്കുമ്പോ വെള്ളം വാരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവന്റെ സോനിയെ തേങ്ങ ചാവാറായി വെട്ടിയിട്ട് ഞാൻ വെട്ടി തന്നോ? ഇങ്ങനെ വെട്ടിയല്ലോ. അതാ മതി മതി. ഒരു തേങ്ങയുടെ ഇമാതിരി വെട്ടി. വെള്ളമില്ലേ ഇത്ര വലിയ തേങ്ങയില്? വലിയ അണ്ടാവന്മാര് ചെമ്പും വെച്ചിട്ടാണ്. അടിപൊളി. എന്താ ചെയ്യാ? വെള്ളലാവും. വെള്ളം കുടിക്കാൻ ഇതാ വന്നിട്ടുണ്ട് മകൻ. വെള്ളം ബക്കറ്റിൽ എടുത്ത് കുടിച്ചു. തന്നെ പൊന്ന് എന്നൊന്നും വെള്ളമില്ല, വെള്ളമില്ല, വെള്ളമില്ല. മുട്ടക്രോസ് ഉണ്ട്, മുട്ടക്രോസ്. ഇതെന്തത് ഇങ്ങനെ ഇപ്പൊ മൂത്തല്ലേ? അതെ, വെയില് കാരണം വെള്ളം പറ്റി പോയതായിരിക്കും. എന്താ വെയില് ചൂട്. അതാ കൊണ്ടിട്ടത് വെള്ളം. ഇനി വെള്ളമുള്ള തേങ്ങ അടുത്ത പൊളിക്കാലോ പൊന്നാ. അല്ല പിന്നെ വെള്ളത്തിനാണ് ബുദ്ധിമുട്ട്. ഇന്നലെ ഒരു തേങ്ങ കഴിയോളം വെള്ളത്തിന് പൊളിച്ചു കുടിക്കുക. 10-20 തേങ്ങ നമ്മുടെ തെങ്ങിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 തെങ്ങുണ്ട് കേട്ടോ. മറ്റേ തെങ്ങിൽ തേങ്ങയില്ല, പുതിയ വീടിൻ്റെ അവിടുത്തെ തെങ്ങില്. ഇതില് തേങ്ങ ഉള്ളതേ. ഇപ്പം അത് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാ കേട്ടോ. എന്ന് കൊണ്ടുവന്നറിയോ? തിങ്കളാഴ്ച കൊണ്ടുവന്ന. ഇത് പച്ചക്കറി ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പേരി വെച്ച ചിലവാകും കേട്ടോ. കാരണം എന്താണെന്നറിയോ? സുഗന്യക്ക് ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കിച്ചൂനും നമ്മുടെ പൊന്നല്ലേ തിരുമ്പന്ന ഞാനൊരു മുട്ടായി തരാം. അവനൊന്നും വേണ്ട, ഒരു മുട്ടായി തരാം. വെള്ളിയും കൂടി സ്വത്തല്ല വഴി കൊടുക്കും. പോട്ടെ കുട്ടി. അവൻ വന്നിരിക്കുന്ന തേങ്ങ ഇന്നാ. നീ എന്താ ചെയ്യണ? അപ്പൊ അവന്റെ അടുത്ത് തിന്നെ പൊന്നറിയ. അമ്മയാണെങ്കിൽ പാപ്പ തൊട്ട് കളിക്കരുത്. എടുക്കും കടുക്കും. ഇവിടെ ഇനി ഷീറ്റ് ഇടേണ്ടി വരില്ലേ? വേണ്ടി വരും. എന്താ വേലി ഷീറ്റല്ല, തെങ്ങോല കുറച്ചിങ്ങനെ വെച്ചാലേ, ഇവിടെ കുറച്ചിങ്ങനെ വിലങ്ങ് വെച്ചാലേ. അതും അല്ല, ഇവിടെ ഉച്ചക്ക് കൂട്ടാനൊക്കെ വെക്കണെങ്കിലേ ഉച്ചക്ക് തന്നെ ഒരു 10 വെച്ച് കഴിഞ്ഞാൽ. ഇനി എന്തായാലും ഗ്യാസിൽ നാളെ മുതലില്ല. ഗ്യാസ് കിട്ടാൻ വഴിയില്ല അത്രേ. ഗ്യാസ് കഴിഞ്ഞാലേ ചായയും കൂടി വെച്ച് കുടിക്കാൻ പറ്റില്ല. നല്ല പച്ചത്തേങ്ങ, കുറച്ച് പച്ചരി ഇട്ടിട്ടുണ്ടെങ്കിൽ പായസം വെക്കായിരുന്നു. പച്ചരി ഉണ്ട് കേട്ടോ. എന്തായി സുഗന്യ എൻ്റെ ഹെയർ ഓയിൽ ഇന്നലെ ഇതേമാതിരി വറക്കുമ്പോഴേക്ക് അതെന്തേ? അവളുടെ ഹെയർ ഓയിലിന്റെ കാര്യങ്ങൾ പറയണ്ട. ഒന്നും ആയില്ലെന്നോ. കുറെ എണ്ണയും പോയി, കുറെ അരിയും പോയി, കുറെ മാവും പോയി, ഉലുവയും പോയി, ഒരു ചോറ് വയ്ക്കാനുള്ള ഗ്യാസും.
ഒരു ചോറ് വയ്ക്കാനുള്ള ഗ്യാസും പോയി. എന്നിട്ട് എവിടെ നിന്നത് ഈ ഇക്കൊരു മുറുക്കുമാരി കോഴിക്ക് തന്നെ കൊടുത്തോ? ഇതൊന്ന് ചെയ്യേ, ഉള്ളിയും പച്ചമുളകും നുറുക്കിയിടല്. എന്താ ചെയ്യാ? അരി കൊണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കണത്. ചക്കടാൻ വരാ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അരി പിന്നെന്താണത്? ചക്കേ ഇടാൻ വരാ പറഞ്ഞിട്ടുണ്ട്. ചക്ക കണ്ടോ, അവിടത്തെ കൈക്കലത്തുണി ഇവിടെ എത്തി, അവിടത്തെ കൈക്കലത്തുണി ഇവിടെ എത്തി. ഇവിടെ പുറത്തേക്ക് നോക്കുമ്പോ മഞ്ഞ കളറാണ്. കണ്ണല്ലേ? സാരല്ല ചേട്ടാ, ഫോണിലാണേ. എന്താ സാരം? പിന്നെ നമുക്ക് ഉച്ചക്കേ ഇവിടേക്ക് പോവാ. ഓ ഇവിടെ അതിവിടെ അടുത്തല്ലേ? അതിപ്പോ എന്താ നടന്നു പോലെ ദൂരല്ലോ. ഇവിടെ ഇവിടെ അതിപ്പോ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടെ തന്നെ അല്ലേ? അത് അനിയന് മനസ്സിലായി ഞാൻ എവിടേക്കാ പോവാന്ന് പറഞ്ഞത്. ഇവിടെ അല്ലേ? അതിനെ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് എത്തിയില്ലേ? ഞങ്ങൾ എവിടേക്കാ പറഞ്ഞെന്ന് റെഡി വണ്ണേ, മനസ്സിലായോ നിനക്ക്? അവൾക്ക് എങ്ങനെ മനസ്സിലായില്ല? ഇന്നെങ്ങനെ അവൾക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടാ, നമുക്ക് തുണി എടുക്കാൻ തുണിക്കടയ്ക്ക് പോകണം, ഹോൾസെയിൽ കടയ്ക്ക് പോകണം എന്ന് പറഞ്ഞില്ലേ ഞാൻ. എനിക്ക് 2 ഫ്രോക്ക് നൈറ്റി എടുക്കണം വിചാരിച്ചിട്ടോ. ഫ്രോക്ക് നൈറ്റി ഇല്ലേ 680 രൂപയെ കടയിലേ. അപ്പോ എനിക്കില്ലേ സുകന്യയുടെ 350. സുകന്യനെക്കാട്ടില് ഞാൻ ഉയരല്ലോ കൊണ്ടാ. 400 ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. 650 പറയുമ്പോഴേക്ക് പിന്നെ വില കൂടി. 650 രൂപയ്ക്ക് ഞാൻ 2 എടുക്കും. 2 3 എടുക്കും കേട്ടോ. 200 650 രൂപയ്ക്കോ? 220 രൂപയാണ് പറഞ്ഞാൽ എത്രയാവും? 220 രൂപ 350 രൂപയ്ക്ക് 300 വാങ്ങി പറഞ്ഞ 350 ആയിട്ടുണ്ടാവും. ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്ന് ഞാൻ വാങ്ങി കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് ഒരു ഷെയ്ക്ക് വാങ്ങി തന്നാ മതി. എന്തിന്? വേണ്ട, ഷെയ്ക്ക് വേണ്ട. എന്താന്നറിയോ, വയറ് കേട് വരുള്ളൂ. സ്ട്രോബെറിയോ? ഞാൻ ഇതുവരെ സ്ട്രോബെറിയുടെ ഷെയ്ക്ക് ഒന്നും കുടിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഇടയ്ക്ക് കവങ്ങാട് പോയപ്പോഴല്ലേ ഒരു ബോക്സിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങിട്ട് വന്നു. ഒരൊറ്റ കുട്ടിക്ക് ഇഷ്ടമായില്ല കേട്ടോ അതിന്റെ പുളിപ്പ്. ചോപ്പ് കളറുള്ള സാധനല്ലേ പറയുന്നത്? അവള് സ്ട്രോബെറിയും കൊണ്ട് ഷെയ്ക്ക് വാങ്ങി കഴിക്കുന്നത്. അതേപോലെ നമ്മള് അവക്കാടോ അതും വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. അവക്കാടോ കണ്ടിട്ടുണ്ട്. ആ ഉള്ളി അല്ല കേട്ടോ, വേറെ ഉള്ളി വേണം. സൈഡിലിട്ടാ മതി. അപ്പൊ നമ്മളില്ലേ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോ എന്താണെന്നറിയോ, ഒരു ചിക്കൻ കറിയിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. മല്ലിപ്പൊടി കേട്ട് എന്തൊക്കെയാ പറയില്ലേ സൂര്യ, എന്തൊക്കെയാ പറയണ്ട്. റേഷൻ കടയിൽ കുക്കുംബറും എന്താ സൂര്യ പറഞ്ഞ ഓറഞ്ചൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ലാന്ന്. കിട്ടാൻ തുടങ്ങി. വേനൽക്കാലത്ത് നല്ല സുഖമായിരുന്നു. തണ്ണിമത്തനും ഒക്കെ കിട്ടണം. ഇന്നലെ ഞാനൊരു കാര്യം പറയാൻ വിചാരിച്ചേട്ടോ സൂര്യ. നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടില്ലേ, ഒന്നും മെസ്സേജേ വരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ഇപ്പോൾ? കാരണം ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വർക്കണില്ല കേട്ടോ. ഞാൻ ഒരു മീഡിയം വറവേ വർക്കുള്ളൂ. ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ മെസ്സേജ് വരുന്നില്ല. കാരണം എന്നിട്ട് എൻ്റെ ഏട്ടൻ കട നിർത്താൻ പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടീ ഒരു കുറ്റി കിട്ടുകയാണ് പറഞ്ഞു വെച്ചാൽ ഒന്ന് നോക്ക് പറഞ്ഞു. പക്ഷേ കിട്ടണേ ഇല്ല. ഏട്ടൻ ഇപ്പം നോക്കിയൊക്കെ ചെറുകിട ചായക്കച്ചവടക്കാരുടെയൊക്കെ ഗ്യാസ് കഴിഞ്ഞില്ലേ. എന്തുണ്ടായിട്ടും ഒരു കഷ്ണം ഇഞ്ചി വേണം. അപ്പോൾ നമ്മളതിലും മുളക് പൊടി, മല്ലിപ്പൊടി ഇതാട്ടോ. ഇതിൽ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല അല്ലേ, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഒന്ന് നല്ല പോലെ ചൂടാക്കിട്ടോ. സുകന്യെ ഇതവിടെ കൊണ്ടുപോയി അരച്ചിട്ട് വാട്ടോ. ഇവിടുത്തെ മിക്സിയുടെ ഇവിടെ കേട് വന്നിട്ടാ. അത് മാറ്റാ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാം, അവിടെ മിക്സിയിലും കൊണ്ട് ഇതിക്ക് ശ്രദ്ധിക്കണില്ലേ. അതാണ് പ്രശ്നം. അത് സാരില്ല, ഓരോടത്ത് എവിടെയെങ്കിലും ഓരോടത്ത് ഉണ്ടല്ലോ. വെള്ളപ്പയർ നമ്മൾ കുക്കറിന് ചട്ടിക്കാക്കിട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഒന്ന് വറുത്തിട്ടുണ്ടെങ്കിലേ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാ കണ്ടോ, മഞ്ഞപ്പൊടി. സുകന്യേ ഇത് അരച്ച് തരുമോ? അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടാൽ മതി കേട്ടോ. ചെറിയുള്ളി എൻ്റെ കയ്യിലില്ല,
അതും കൊണ്ട് ഞാൻ വെല്ലുള്ളി ഇട്ടു. തക്കാളി, തക്കാളി. ഈ വെയിലത്ത് എവിടേക്കും പോകാൻ തോന്നുന്നില്ല അല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. പൊന്നാരിങ്ങനെ പിടിച്ച് വലിക്കണേ. പൊന്നേ പൊന്നേ എന്താ കൊട്ടുന്നൊക്കെ ചെയ്യുന്നു. ഞാനും കൊട്ടും ഇങ്ങനെ. എനിക്ക് ദേഷ്യം വന്ന് ഒന്നും കൂടി സ്പീഡ് കൂടുന്നു മാത്രല്ലേ സോനിയെ. എവിടേക്കാ പൊന്നോ? അപ്പൊ തേങ്ങ എന്ത് പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്ക്. തേങ്ങ പൊളിക്കാൻ വന്നിട്ട് തേങ്ങ പൊളിക്കുക. അതാ നമ്മൾ തക്കാളി ഇട്ടു കേട്ടോ. ഇത് നമ്മൾ ശരിക്കും നമ്മുടെ മസാലക്കറി ഉണ്ടാക്കില്ലേ, അതുപോലെ കുഴമ്പനാക്കിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കറികളില്ലേ, ഇതൊക്കെ നമ്മുടെ ഓരോ നാടൻ കറികൾ ഒരു വേറൊരു ടേസ്റ്റിലാക്കുന്നതാണ് കേട്ടോ. എന്താണ് നമുക്ക് കറികളുള്ളത്, കറി വയ്ക്കാനുള്ളത് പറഞ്ഞു വെച്ചാൽ അതും കൊണ്ട് ചെയ്യും. ഇനി ചേമ്പാണുള്ളത് പറഞ്ഞു വെച്ചാൽ ചേമ്പ് ഇട്ടിട്ട് വെള്ളപ്പയറിട്ടിട്ട് കറി വയ്ക്കും ഇതേപോലെ. അപ്പോൾ അന്നത്തെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നും നമ്മൾ ഈ സാമ്പാർ വയ്ക്കുമ്പോൾ അതൊന്നൊരു വ്യത്യസ്തമായിട്ട് വരികയും ചെയ്യുമല്ലോ. പുറത്തടുപ്പിൽ ഉപ്പേരിക്ക് ഉണ്ടാക്കട്ടെ. അപ്പം എന്നാൽ ഉപ്പേരി ആവുമല്ലോ വേഗം. മഞ്ഞപ്പൊടി, ഉപ്പേരിയും കൂടി അങ്ങ് ഇതായി കഴിഞ്ഞാൽ തേങ്ങ കേട്ടോ. ഇന്ന് രാവിലെ ഇവിടെ പപ്പുമില്ലേ, ഞാൻ കൂട് നേരെ അടച്ചില്ല. പപ്പുണ്ട് രാവിലെ വന്നിട്ട് അനിയനെ കണ്ടപ്പോൾ അത്ര നേരം അവൻ എന്തോ എന്നറിയില്ല കൂട് തുറന്നു നോക്കാഞ്ഞത്. എന്നാൽ പിന്നെ ഇന്നലെ രാത്രി എവിടെയെങ്കിലും പോയിട്ട് അവനെ കാണാനും കൂടി കിട്ടില്ല. എൻ്റെ അമ്മോ, വേഗം ഏട്ടനെ കണ്ടതും കൂട് വാതിലിങ്ങനെ തള്ളിട്ടു. ഏട്ടനെ എപ്പോൾ കണ്ടാലും വന്നു കഴിഞ്ഞാൽ വാതിലങ്ങോട്ട് തള്ളിയപ്പോഴേക്ക് ഏട്ടൻ ഓടി നമ്മുടെ അടുത്തേക്ക് വന്നു. തുറന്നു ഓടി അങ്ങോട്ട് വന്നു കേട്ടോ. ഞാനൊരു പേടി. എന്നിട്ട് എന്താണെന്നറിയോ, ഇവനെ മേത്തേറുള്ളേ, ഒരാളുടെ മേത്തോട് കയറുമ്പോഴേക്കും ആൾക്കാർ പേടിച്ചാണ്ട് ഓടിട്ടോ. നമുക്ക് പിന്നെ അത് ശീലമായി എന്ന് പറയാ. പക്ഷെ ആൾക്കാർക്ക് ഈ ഇതൊരു തുള്ളി ഇതെന്താണെന്ന് അറിയാമോ, അത് കുറച്ചൊന്ന് വാടിയിട്ടുണ്ടേ. ഞാൻ കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയല്ലേ ഭഗവാനെ. വാടാ പറഞ്ഞപ്പോഴേക്കും പിന്നെ വേഗം ഓടി കയറി. ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ലേ. നമ്മൾ കളിച്ചും കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ സ്വഭാവം മാറുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ നോമ്പ് സമയം കൂടിയല്ലേ ചേട്ടാ. ഒക്കെ ആൾക്കാർ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് നടക്കുന്ന സമയം ചാടി കയറും. അവിടെ ആട് ഒരു പേടിയും പഠിക്കണ്ട സോനി. നമ്മള് അവരെ പന്നീനെ ആരെങ്കിലും മേയ്ക്കോ? പന്നീനൊന്നും പിടിക്കരുത് കേട്ടോ. പന്നീനെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാം. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നതാണ് പന്നീന്. എന്നിട്ട് പോയിട്ടോ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ. ഈ കറിയുടെ മാത്രമായിട്ടുള്ള റെസിപ്പികൾ വേണമെങ്കിലില്ലേ കമൻറ്റ് ചെയ്യട്ടോ. അത് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ചേച്ചി അങ്ങനെ വീഡിയോ കുറേ അങ്ങനെ ചെയ്താണ് കേട്ടോ. നമ്മൾ ചില സമയത്തൊക്കെ ഒരു കിട്ടുട്ടോ. ഏകദേശം എല്ലാതും വരും. ഇത് കുറേ കൂട്ടുകാർ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്താണ്ടോ കറി കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ഇടണം. ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കുകയും ചെയ്യണേ. അപ്പം മണം വേണില്ല ചിക്കൻ കറിയുടെ. അപ്പം ശരിക്കും ചിക്കൻ കറി കേട്ടോ. ആണ്ടോ കോഴി തരം ചടക്കില്ല. അപ്പം നമ്മുടെ കറി ആയിട്ടോ. കോഴി തരുന്ന ചട്ടക്കെന്ന് കറിയിലും അറിയാം. കോഴിയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടെന്ന് അപ്പം ആരല്ല പറഞ്ഞു. അതാ അടുത്ത റെസ്കിന് വന്നു. എന്താണ് നീ എവിടേക്കാ തീർത്തോണ്ട് പോണേ? ചട്ടിയിലിരുന്ന ഒന്നും കൂടി ഇങ്ങനെ അങ്ങോട്ടേക്ക് വേണ്ട മോനാ. ഇതിന് തന്നെ റസ്ക് കഴിച്ചോ. ആ 2 പാത്രങ്ങളും കൂടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറുണ്ടാ നമ്മുടെ പണി വരുന്നു. ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം വരെ പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുതിയ വീടിൻ്റെ ചുമരിക്കൂടെയൊക്കെ കുറച്ച് ചളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചളിയാക്കി കളയാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഒരു വെള്ള തുണിയില്ലേ, ആ തുണി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവിടേക്കൊന്ന് ഉരയ്ക്കണം. സ്പോഞ്ചല്ല, ഒരു തുണി. അത് കുറച്ച് നേരം കൊണ്ടൊന്നും തീരില്ല. അത് കുറേ നേരം പണിയിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം പറഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ പിന്നെ നമ്മളിങ്ങനെ ടൈലിട്ടിരിക്കല്ലേ. അതിപ്പോൾ കുട്ടികളോട് നമുക്ക് കുഞ്ഞനോട് വരെ നമുക്കത് ചെയ്യണ്ട പറയാ. കുഞ്ഞുണ്ണി പൊന്നൂസിനും അറിയില്ല. പൊന്നൂസൊക്കെ അല്ലേ കാലിൽ ചളിയായിട്ട് വന്നിട്ടില്ലേ സൂര്യ, നല്ല പുളിയായിട്ട് പിന്നാന്നിട്ട് വന്നിട്ട് ബെഡിൽ കയറിയിട്ട് 2 ചാട്ടം നീല ബെഡ്ഷീറ്റില്ലേ അങ്ങോട്ട് അനിയായിട്ട് എന്നിട്ട് വന്നിട്ട് ഇത് എന്താ ബെഡ്ഷീറ്റ് ഇപ്പൊ വിരിച്ചിട്ട് എനിക്ക് പോയതല്ലേ ഉള്ളൂ പറഞ്ഞു. അതിനെന്താ ഈ 11 മണി വരെയും മക്കൾ അവിടെ ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ തെങ്ങ് നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ആ ചളിയിൽ പോയിട്ടില്ലേ ചെരുപ്പിടാണ്ട് ഇങ്ങനെ ചാലും കൂടെ ഇങ്ങനെ ചവിട്ടിയിട്ട് അങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും ഒരു രസം. എനിക്കങ്ങനെ വല്ലാണ്ട് മക്കളെ ചീത്ത പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പക്ഷെ കാര്യങ്ങൾക്ക് പറയായൊന്നുമില്ല, കാര്യങ്ങൾക്ക് പറയും. പിന്നെ ഈ മക്കളെ ചെറിയോരെ പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് എന്താ കിട്ടുന്ന, ഒന്നും കിട്ടില്ല അല്ലേ. അവർക്കൊന്നും കിട്ടില്ല. അവർക്ക് എന്താ അറിയാൻ, പിറ്റേ ദിവസം അതിനേക്കാൾ ഡബിൾ ഇരട്ടിയാവും. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവച്ചൊക്കെ പിന്നെ ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ വെറുതെ അവരോട് പറയാനുണ്ട്. അപ്പോഴേ എന്താ ചെയ്തിട്ട് ആരാന്റെ വീട്ടിൽ പോയിട്ട് നല്ല ചെയ്യുന്നത്. പിന്നെന്താ കഴുകിയാ പോവാത്ത ചളികളുണ്ടോ, കഴുകിയാ പോവാത്ത ചളിയൊന്നുമില്ല പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവില്ല, ഞങ്ങൾ എവിടെയും തൊടായിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്. കരണ്ടും പോയി കേട്ടോ. ഇങ്ങനെ ചെറിയുള്ളിയും കടുകും പാടെ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നില്ലേ, അപ്പം ഞാൻ എടുത്തില്ല കേട്ടോ. നിങ്ങളുടെ അവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ പോയിട്ട് എടുക്കാറില്ല കേട്ടോ. നമ്മൾ എടുക്കുകയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ശനിയാഴ്ച. ഇന്നിപ്പോൾ കുറച്ച് ചാണകം എടുക്കാൻ പോകണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി കണ്ടോ കണ്ടില്ലേ. പിന്നെ ഇത് അടച്ച് വെച്ചു. ചൂടുണ്ടോ? ചൂടില്ലാന്ന് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, ഫാൻ ഉണ്ട്. അത് കറണ്ട് പോയതാ. കറണ്ട് വന്നേ, കറണ്ട് പോയേ. അച്ഛന്റെ മുണ്ട് കറണ്ട് പോയ എങ്ങനെ കറങ്ങുക? വീട്ടിൽ മുണ്ട് വലിച്ചയക്കല്ലടാ. മുണ്ടെന്ന് സുകന്യെ അപ്പൂന്റെ ഫാന് നിന്നു പറഞ്ഞിട്ട് ഏട്ടന്റെ അടുത്ത് ഫാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയാൻ നോക്കണക്ക്. ഈ ചെക്കനോട് ചടച്ച്. എനിക്ക് കുഞ്ഞു പാത്രം മതി കേട്ടോ. പൊന്നി മുതലോ ഇനി മുതൽ കുഞ്ഞു പാത്രം മതിയെന്ന് അല്ലേ സുകന്യെ. നമ്മള് രണ്ടാളും ഡയറ്റ് അല്ലേ ഇനി മുതല്. ആ പാത്രത്തിൽ 2 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും. നോക്കടി പറയുന്നത്. ആ പാത്രത്തിൽ 2 പ്രാവശ്യം കഴിച്ചാൽ ശരിയാവും. എടുക്കാലോ. ഞാൻ ഇന്നിപ്പോ ഒരു സ്പെഷ്യലുമായിട്ട് വന്നിട്ടില്ല. അല്ല, ഞങ്ങളെ നന്നാവാൻ നിങ്ങൾ സമ്മതിക്കാണ്ടാണ്. അത് നിങ്ങൾ ചിന്തിക്കണില്ലല്ലോ. എന്നാലും നിങ്ങളാണെന്ന് സമ്മതിക്കില്ല, ഞാനാണെന്ന് സമ്മതിക്കില്ലേ. സുകന്യേ, നീ യോഗത്തിന് പോണല്ലേ? അപ്പൊ കുറച്ച് ചോറ് തിന്നാ. നിങ്ങളൊക്കെ വെറുതെ അവിടെ പോയിട്ട് കുത്തിമറിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ചോറ് വന്നിട്ട് കാര്യമില്ല. ചോറ് തിന്നുന്ന ഒരു പ്രശ്നമില്ല സുകന്യ. വെറുതെ ഓരോരുത്തർ പറയാ ചോറ് ചപ്പാത്തിയൊക്കെ തിന്നെ ധൈര്യമായിട്ട് ചോറ് തിന്നോ. ചോറ് തിന്നും അതിനനുസരിച്ച് പച്ചക്കറി കാര്യങ്ങൾ കഴിക്കുന്നേ ഉള്ളൂ. നമ്മൾ കഴിക്കണ്ടല്ലോ, അത്ര തന്നെ ഉള്ളൂ. അപ്പോഴേ ചോറ് അപ്പോൾ ഏട്ടൻ കഴിക്കട്ടെ, ഞങ്ങളും കഴിക്കട്ടെ. ഇനി എന്താ മാങ്ങ ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ കഴിക്കാൻ മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, പേരിയുണ്ട്. എത്ര വേഗം നമ്മുടെ പണികൾ കഴിഞ്ഞു. അത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, പേര് തോനെ വേണോ? മാങ്ങപ്പിലിട്ടത് കുഞ്ഞി മാങ്ങയും വേണ്ട, വലിയ മാങ്ങയും വേണ്ട. ചെറിയ മാങ്ങ മതി. വാടി വീണ മാങ്ങ മതി. അത് വേണ്ട, അത് പൊളിക്കുന്ന മാങ്ങ. ഇത് നമ്മുടെ വത്സലയുടെ ചുങ്ങിയ മാങ്ങ മതി. ചുങ്ങിയ മാങ്ങ മതി, ചുങ്ങാത്തതുണ്ട്. പഴയ മാങ്ങയാ, അത് മതി. മാങ്ങ എടുക്കണ്ട, അതാ കണ്ട മാങ്ങ. മാങ്ങക്കല്ല, മിക്സറ കാണിച്ചു തരുന്നു. ഏതാ വേണ്ട? മാങ്ങ മാങ്ങ എന്നാ മാങ്ങ എടുത്ത് കൂട്ടി. കുഞ്ഞി മാങ്ങ കൊടുക്കപ്പാ. സംശയമുണ്ട്. നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഇതേപോലെ കറി വയ്ക്കാത്തവർ വെച്ച് നോക്കൂട്ടോ. ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.